നമസ്കാരം. ലീഗിന്റെ കോട്ട കാക്കാൻ കുഞ്ഞാലിക്കുട്ടി തന്നെ. അതുകൊണ്ട് മലപ്പുറത്തിനായി മനക്കോട്ട കെട്ടേണ്ട സിപിഎമ്മും ബിജെപിയും കണ്ണിലുണ്ണിയായ കുഞ്ഞാപ്പ അഹമ്മദിന്റെ അനന്തരാവകാശിയാകും. ഭൂരിപക്ഷം കൂട്ടാനാകും കുഞ്ഞാലിക്കുട്ടിയുടെ കോപ്പ് കൂട്ടൽ. കേന്ദ്രത്തിലേക്ക് പോയാൽ കേരളത്തിന്റെ കാര്യമോ? ഹൈദരലി തങ്ങൾ ഹിതമറിയിച്ചു. യുപിഎയുടെ ഭാഗമായാലും യുഡിഎഫിനെ കൈവിടരുത്. കുഞ്ഞാലിക്കുട്ടി അത് കൈനീട്ടി സ്വീകരിച്ചു. അവിടത്തെ പോലെ ഇവിടെയുമുണ്ടാകും കൊടപ്പനക്കുന്നിന്റെ കൂട്ടുകാരനായി. ലീഗിന്റെ അച്ചടക്കം ഒന്ന് വേറെ തന്നെ. ആര് മത്സരിക്കണം എന്നതിനെ ചൊല്ലി അകത്തളങ്ങളിൽ അസ്വാരസ്യമില്ല. ഒരു ഒഴിവ് വന്നു, ഒരു പേര് നിശ്ചയിച്ചു. അതാണ് പാർട്ടി അച്ചടക്കം. പരിഭവിച്ചുള്ള പിണങ്ങിപ്പോകലുകളില്ല. പടലപ്പിണക്കത്തിലൂടെ പാലം വലിക്കലുകളുമില്ല. പത്തര മാറ്റ് തിളക്കത്തോടെ നടന്നു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കുഞ്ഞാലിക്കുട്ടി എന്തിനാണ് കേന്ദ്രത്തിലേക്ക് പോകുന്നത്? കൂടുമാറ്റം കാണുമ്പോൾ ആരായാലും അത്ഭുതം കൂറും. തലയെടുപ്പുള്ളൊരു നേതാവ് വേണം ലീഗിന്റേതായി തലസ്ഥാനത്ത്. അഹമ്മദിന്റെ അഭാവം അലട്ടരുത് ലീഗിനെ മേലിൽ. ബിജെപിയാണ് നേരിടേണ്ട ഭീഷണി. ലീഗിനാകുന്നത് ലീഗ് ചെയ്യും. കൂട്ടത്തിൽ കരുത്തനെ വിട്ടുകൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ. അതാണ് മതേതര.